വെനസ്ഡേയുടെ സെക്കൻഡ് സീസൺ ഫസ്റ്റ് എപ്പിസോഡ് കാണാമെന്നാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സമ്മർ സീസണിൽ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നടന്നു എന്നാണ് തുടക്കത്തിൽ പറയുന്നത്. ഞാനിപ്പോൾ ഒരു സൈക്കോ കില്ലറിൻ്റെ ബേസ്മെൻറ്റിൽ കെട്ടിയിട്ട് കിടക്കുകയാണ്. അവൻ വിചാരിക്കുന്നത് ഞാനാണ് അവൻ്റെ അടുത്ത ഇര എന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഒരു സീരീസ് ഇപ്രാവശ്യം തുടങ്ങുന്നത്. ഇവിടെ കട്ട് ചെയ്തിട്ട് അടുത്തത് കാണിക്കുന്നത് തൻ്റെ റൂമാണ്. തൻ്റെ സൈക്കിക് പവറുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന വെനസ്ഡേ ആണ് കാണിക്കുന്നത്. ഈ ഒരു സമ്മർ സീസൺ മുഴുവൻ തൻ്റെ സൈക്കിക് പവറുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് വെനസ്ഡേ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഇതിൽ മാസ്റ്റർ ചെയ്തതിന് ശേഷം വെനസ്ഡേ നമ്മുടെ അടുത്ത് പറയുന്നത് എൻ്റെ 6 വയസ്സ് തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇത്, അതായത് ഒരു സൈക്കോ കില്ലറിനെ കൊല്ലുക എന്നുള്ളത്. അവിടെ നേരെ ഒരു ക്ലിപ്പ് നമ്മളെ കാണിക്കുന്നുണ്ട്. താൻ 6 വയസ്സുള്ള സമയത്ത് ഒരു ക്ലാസ്സിൽ ഒരു മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു സൈക്കോ കില്ലറിനെ പറ്റിയിട്ട്, അമേരിക്കയിൽ തന്നെയുള്ള ഏറ്റവും വലിയ സൈക്കോ കില്ലറാണ്, ഇയാളെ ആർക്കും ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ അടുത്ത് പറയുന്നത്. തനിക്ക് ഇയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ക്രൈം സീനിൽ നിന്ന് പോലീസുകാർ കണ്ടെടുത്തിട്ടുള്ള ഒരു ബോൾ അത് കൈയിനെ വിട്ടിട്ട് എടുത്തുകൊണ്ട് വരികയാണ് ഇത് കാണിക്കുന്നത്. കൈ കൊണ്ട് കൊടുത്തിട്ടുള്ള സൈക്കോ കില്ലറിന്റെ ബോളിൽ വെനസ്ഡേ തൊട്ട സമയത്ത് വെനസ്ഡേക്ക് സൈക്കോ കില്ലർ എവിടെയാണ് ഉള്ളതെന്നും എങ്ങനെയാണ് ഈ സൈക്കോ കില്ലർ ആൾക്കാരെ കൊല്ലുന്നതെന്നും എല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വെനസ്ഡേ സൈക്കോ കില്ലറിനെ കണ്ടുപിടിച്ചതിലേക്ക് അങ്ങോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആയുധങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്ന് അറിയില്ലേ എന്ന് സെക്യൂരിറ്റിക്കാർ ചോദിക്കുമ്പോൾ തിരിച്ചൊരു കൊനഷ്ട ചോദ്യം ചോദിക്കും. അപ്പോൾ തന്നെ സൈഡിൽ ഇരുന്ന സെക്യൂരിറ്റി പറയും ഈ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ വരും. ആ ബാഗ് തുറക്കുമ്പോൾ അതിനകത്തൊരു കൈ മാത്രം. സെക്യൂരിറ്റി അപ്പം തന്നെ പറയുന്നുണ്ട് ഇമ്മാതിരി സാധനം ഒന്നും അകത്തോട്ട് കയറ്റി വിടാൻ പറ്റൂല എന്ന്. കൈ മാത്രം എടുത്തിട്ട് വെനസ്ഡേ നേരെ ഫ്ലൈറ്റ് കയറി അവിടുന്ന് പോവാണ്. അവിടെ ചെന്ന് സീരിയൽ കില്ലറിനെ കാണുമ്പോൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നിന്റെ സീരിയൽ കില്ലർ സർവീസ് നീ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന്. എന്നിട്ട് നേരെ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കാൻ നേരത്ത് ആ സൈക്കോ കില്ലറിനെ തൊടുന്ന സമയത്ത് വെനസ്ഡേ നേരെ ഒരു സ്വപ്നത്തിലേക്ക് പോകുന്നു. കുറെ പാവകളും അങ്ങനെ കുറെ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് മാറി. അവിടെ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഈ സീരിയൽ കില്ലർ അകത്തോട്ട് കയറി വരുന്ന സീനാണ്. സൈക്കോ കില്ലർ വെനസ്ഡേ എടുത്ത് പോയിട്ട് പറയും എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റുകൾക്ക് ഞാൻ കൊടുക്കുന്ന പ്രത്യേകതരം സമ്മാനമാണെന്ന് പറഞ്ഞിട്ട് വെനസ്ഡേ പോലത്തെ ഒരു പാവയെ കാണിച്ചു കൊടുക്കും. വെനസ്ഡേ അപ്പോൾ തിരിച്ചു പറയും എൻ്റെ കൈയുടെ പണി ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന്. അവനെ അടിച്ച് താഴെയിട്ടതിന് ശേഷം കൈ വന്നിട്ട് ചോദിക്കും നിനക്കെന്താ പറ്റിയ, കണ്ണിൽ എന്താണെന്ന്. അപ്പോൾ വെനസ്ഡേ പറയും ഇത് ചെറിയൊരു സൈക്കിക് ഗ്ലിച്ചാണ്, ഇത് നീ ആരുടെ അടുത്തും പറയരുത്, പ്രത്യേകിച്ച് അമ്മയുടെ അടുത്ത് പറയുകയേ ചെയ്യരുത് എന്ന് കൈയുടെ അടുത്ത് വെനസ്ഡേ പറയും. എന്നിട്ട് സൈക്കോ കില്ലറിനെ നോക്കിയിട്ട് ഡോൾഫ് കളിക്കാമോ എന്ന് ചോദിക്കും. അവിടെ വെച്ചിട്ട് അത് കഴിയുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത സീൻ കാണിക്കുമ്പോൾ നമ്മുടെ സൈക്കോ കില്ലറിനെ പോലീസ് പിടിച്ചിട്ടുണ്ട് ഒരു മിസ്റ്റീരിയസ് ആയ ഗേളിന്റെ സഹായത്തോടെ. വെനസ്ഡേ കാണിക്കുമ്പോൾ വെനസ്ഡേ ബുക്കിൽ എന്തോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കൂടെ കൈയുമുണ്ട്. കൈയുടെ അടുത്ത് വെനസ്ഡേ പറയുന്നുണ്ട് അതൊരു ഗ്ലിച്ചാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല, ഇതിൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നേരത്തെ കാണിച്ച ആ ഒരു ബ്ലാക്ക് സാധനം കണ്ണിന്ന് വന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ തന്നെ അമ്മ റൂമിലേക്ക് കയറി വന്നിട്ട് പറയുന്നുണ്ട് കാർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോകാൻ സമയമായി. ഈ ഒരു വെക്കേഷനിൽ ഞാൻ നിന്റെ കൂടെ ഇരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്, പക്ഷെ ഇനി ഒരു 5 മിനിറ്റ് പോലും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അതിന് മറുപടി എന്ന രീതിയിൽ വെനസ്ഡേ പറയുന്നത് എനിക്ക് എഴുതാനുണ്ട്, അതിനു മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ എന്ന് മറുപടി കൊടുക്കുന്നു. നിന്റെ നോവൽ ഞാൻ എന്നാണ് വായിക്കുക, ഈ ലോകത്തിൻ്റെ അവസാന സമയത്തും എന്ന് വെനസ്ഡേയുടെ അമ്മ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഞാൻ അത് എഴുതി തീർക്കും എന്ന് പറയുന്നുണ്ട്. അവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് ഒരു ബോർഡിലോട്ട് മിന്നലടിക്കുന്നതാണ്. ഇത് ചെയ്തത് വേറെ ഒന്നുമല്ല, വെനസ്ഡേയുടെ ബ്രദറാണ്, അതായത് അനിയൻ. ഇപ്പോൾ വെനസ്ഡേയുടെ കൂടെ ആ ഒരു സ്കൂളിലേക്ക് നമ്മുടെ ബ്രദറും പോകുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നിന്റെ അങ്കിളിൻ്റെ കഴിവ് തന്നെയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് വെനസ്ഡേയുടെ ബ്രദർ തിരിച്ച് റിപ്ലൈ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്തത് ഭയങ്കര വിയേർഡായിട്ട് തോന്നുന്നുണ്ട്. വെനസ്ഡേയുടെ അമ്മ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട് ഇതൊരു പ്രശ്നമല്ല, ഇതൊരു മെൻറ്റാലിറ്റിയുടെ പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട്. വെനസ്ഡേ അപ്പോൾ തന്നെ പറയുന്നുണ്ട് നിന്റെ എയിമിംഗ് ഒന്നും ശരിയാവുന്നില്ല, നീ ഇനി വരുന്ന എല്ലാ മുഖങ്ങളും ഇതുപോലെ മിന്നൽ വെച്ച് അടിക്കണമെന്ന്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ സ്കൂളിലേക്ക് കയറ്റില്ല എന്ന്. അങ്ങനെ വരുന്ന വഴിക്കുള്ള എല്ലാ സൈൻ ബോർഡുകളിലും കാര്യങ്ങളിലും ഈ ഒരു മിന്നൽ അടിച്ചിട്ടാണ് അവർ വരുന്നത്. അവരങ്ങോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ആയിട്ട് ഇങ്ങോട്ടൊരു കാർ വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരാൾ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരാൾ വെയിറ്റ് ചെയ്യുന്നത് ആ കാറിൽ വരുന്ന ലേഡിക്ക് വേണ്ടിയിട്ടാണ്. ആ ലേഡി ഇയാളുടെ ഗേൾഫ്രണ്ടാണ്. ഇവർ രണ്ടുപേരെയും വളരെ ദൂരത്തിൽ നിന്ന് ഒരാൾ ഫോട്ടോ എടുക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ ഒരു കാക്ക കരയുന്ന സൗണ്ട് കേട്ട് ഇയാൾ തിരിഞ്ഞു നോക്കും. അപ്പോൾ മരക്കൊമ്പിൽ ഒരു കാക്ക വന്നിരിക്കും. ഒരു കാക്കയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഫോട്ടോ എടുക്കുന്നത് പിന്നെയും തുടരും. പിന്നെ കാക്കകളുടെ കരച്ചിലേക്കും. അപ്പോൾ ഇയാൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കും. അപ്പോൾ ഒന്നിന് പകരം ഒരു 10 വന്നിരിക്കും. പിന്നെ ഒന്നുകൂടെ കരയും. അപ്പോൾ കാക്ക കൂട്ടമായിട്ട് ഇങ്ങനെ വരും. പിന്നെ കാക്ക ഇയാളെ ഓടിച്ചിട്ട് അങ്ങോട്ട് കൊത്തും. കാക്കകളുടെ കൊത്തിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഇയാൾ വണ്ടിക്കകത്ത് കയറും. എന്നിട്ട് ആർക്കും ഫോൺ വിളിച്ചിട്ട് പറയും എന്നെ അവർ കണ്ടു, ഞാൻ പെട്ടു, ഈ ഫോട്ടോകളെല്ലാം ഒരു സ്ഥലത്തുണ്ടാവും, അവിടെ വന്ന് എടുത്തോളൂ എന്ന് പറയും. എന്നിട്ട് കോള് കട്ട് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വണ്ടിയിൽ മുഴുവൻ കാക്ക. പിന്നെ ഇയാളുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ കട്ട് ചെയ്യുമ്പോൾ അടുത്ത സീൻ
അവിടെ കട്ട് ചെയ്യുമ്പോൾ അടുത്ത സീൻ കാണിക്കുന്നത് നെവർമോസിൻ്റെ ഗേറ്റ് ആണ്. വെനസ്ഡേയുടെ വാഹനം അകത്തോട്ട് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ ചെന്നിറങ്ങുമ്പോൾ വെനസ്ഡേയുടെ അമ്മ വെനസ്ഡേയുടെ അടുത്ത് പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് നീ സ്വന്തം ഇഷ്ടത്തിന് നീ ഈ സ്കൂളിലേക്ക് വരുന്നതെന്ന്, എങ്ങനെയാണ് നീ ഫീൽ ചെയ്യുന്നത്? വെനസ്ഡേയുടെ മറുപടി, ക്രൈം സീനിലേക്ക് തിരിച്ചു വന്ന പോലെ ഫീൽ ചെയ്യുന്നു. ശവങ്ങൾ എവിടെ കുഴിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഇനി തൊട്ട് ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇനി മുതൽ ഞാനാണ് ഈ സ്ഥലത്തിനെ റൂൾ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ വെനസ്ഡേ പറയുന്നു. നിന്റെ ബ്രദറിനെ നീ വളരെ ഭദ്രമായി നോക്കണം. അപ്പോൾ വെനസ്ഡേയുടെ മറുപടി, ഞാനാണല്ലോ അവനെ എപ്പോഴും നോക്കാറ്. എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് തൻ്റെ ബ്രദറിന് അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവിടെ ആരെയും ഐ കോണ്ടാക്ട് വെക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ വെനസ്ഡേ ബ്രദറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് തൻ്റെ റൂമിലേക്ക് പോകാൻ നിന്ന് വെനസ്ഡേയുടെ മുന്നിലോട്ട് ഒരാൾ ഓടി വരുന്നുണ്ട്. നെവർമോറിൻ്റെ സേവിയറിനെ കണ്ടത് എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് താനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, താനാണ് ഇവിടുത്തെ പുതിയ പ്രിൻസിപ്പൽ. അവിടെ കട്ട് ചെയ്യുമ്പോൾ അടുത്തത് കാണിക്കുന്നത് വെനസ്ഡേ തൻ്റെ റൂമിലേക്ക് നടന്നു പോകുന്നതാണ്. റൂം തുറക്കുമ്പോൾ ശരിക്കും വെനസ്ഡേ സർപ്രൈസ് ആകുന്നുണ്ട്. വെനസ്ഡേക്ക് സർപ്രൈസ് എന്ന് പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഇവരെല്ലാവരെയും പുറത്ത് പറഞ്ഞു വിടുക എന്ന്. ഫ്രണ്ട് വെനസ്ഡേയോട് പറയും, ഞാൻ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടീഷർട്ട് എടുത്ത് കയ്യിൽ കൊടുക്കും. അപ്പോൾ തിരിച്ച് വെനസ്ഡേ ഒരു പാവേനെ എടുത്തു കൊടുത്തിട്ട് പറയും, ഈ പാവയുടെ മുടികളെല്ലാം ഒറിജിനൽ മനുഷ്യൻ്റെതാണ് എന്ന്. വാ നമുക്ക് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ ഒരു അമ്പ് നേരെ വന്ന് കില്ല് ചെയ്യാൻ രീതിയിൽ അടുത്തു കൂടെ പാസ് ചെയ്ത് പോയിട്ട് ചുമരിൽ പതിക്കുന്നുണ്ട്. ആ അമ്പിൽ ഒരു പിക്ചറുണ്ട്. ആ പിക്ചറിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ സ്റ്റോപ്പർ? ആ ഒരു പിക്ചർ കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ വെനസ്ഡേയുടെ സൈക്കിക് പവർ യൂസ് ചെയ്തിട്ട് ആരാണ് ഈ അമ്പിൻ്റെ പിന്നിൽ എന്ന് കാണാൻ നോക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്റ്റോക്കറുടെ മുഖം കാണാൻ കഴിയുന്നില്ല. എനിക്കത് കാണാൻ സാധിക്കുന്നില്ല എന്ന് കൈയുടെ അടുത്ത് പറയുമ്പോൾ തൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, നിൻ്റെ കണ്ണിൽ നിന്ന് എന്തോ വരുന്നുണ്ട്. അതൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു വെനസ്ഡേ. അവിടുന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത സീൻ കാണിക്കുന്നത് വെനസ്ഡേയുടെ അനിയൻ്റെ റൂമാണ്. ഈ റൂമിൽ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന വെനസ്ഡേയുടെ അനിയനെ പോലെയുള്ള ക്യാരക്ടറാണ് ഇവിടെ സ്വന്തം അനിയനെ റൂംമേറ്റ് ആയിട്ട് വരുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് ഈ പുഴുക്കിനൊക്കെ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം എനിക്ക് ഈച്ചയെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട മൃഗങ്ങളെല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ കട്ടിയിട്ട് അടുത്ത സീൻ കാണിക്കുമ്പോൾ പ്രിൻസിപ്പൾ വെനസ്ഡേയുടെ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന കാണാൻ പറ്റും. പറയുന്ന കാര്യം വേറൊന്നുമില്ല, ഫണ്ട് റൈസിങ് കമ്മിറ്റിക്ക് ഇവരുടെ അമ്മയാവണം ലീഡർ എന്ന് പറയുന്നുണ്ട്. വെനസ്ഡേയുടെ അമ്മയും ഈ ഒരു സ്കൂളിൽ തന്നെ താമസിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ വെനസ്ഡേ ഒന്നും ചോദിക്കുന്നത് എന്താണ് കാര്യം. അപ്പോഴാണ് പ്രിൻസിപ്പൾ കാര്യം പറയുന്നത്, അതായത് ഫണ്ട് റൈസിങ് കമ്മിറ്റിക്ക് ലീഡറായിട്ട് നിങ്ങളുടെ അമ്മയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട വേറൊരു കാര്യം പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, അതായത് കഴിഞ്ഞ സീസണിലൊക്കെ വെനസ്ഡേയുടെ പിന്നാലെ നടന്ന് പ്രേമിച്ചുകൊണ്ടിരുന്ന ചെറുക്കൻ ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്നില്ല. വെനസ്ഡേയുടെ അമ്മ റിപ്ലൈ എന്ന രീതിയിൽ പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന്. അപ്പോൾ ഇങ്ങനൊരു സ്ഥാനം കൊടുത്ത സ്ഥിതിക്ക് ഇവരുടെ അമ്മ ഇവിടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ അവരുടെ ഫാമിലിക്ക് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ള റൂം എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ സീസൺ തന്നെ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള അതേ ആളുടെ റൂമാണ് ഇവർക്കിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂം മുഴുവൻ ചുറ്റിക്കണ്ടതിന് ശേഷം താൻ ചുമ്മാ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു സംഭവം അവിടെ വെനസ്ഡേ കാണുന്നത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫറിനെ കാക്കകളെല്ലാവരും കൂടെ ചേർന്ന് കൊത്തിക്കൊല്ലുന്നത്, ആ ഒരാളുടെ ബോഡി അവിടുന്ന് പോലീസും ഷെരീഫും എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ടുള്ളൊരു സീനാണ് വെനസ്ഡേ കാണുന്നത്. വെനസ്ഡേ ഈ ഒരു കാര്യം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് വെനസ്ഡേ പുറകിലൂടെ ദൂരെ ആരോ ഒരാൾ ഓടിപ്പോകുന്നതായിട്ട് ശ്രദ്ധിക്കുന്നു. വെനസ്ഡേയും പിന്നാലെ ചെല്ലുന്നു. ആ ഒരാളുടെ പിന്നാലെ ഓടിച്ചെന്നതിന് ശേഷം ഇയാൾ എവിടെയാണ് പോകുന്നത്, ഇതാരാണ്, കൊലപാതകയാണോ അതോ കൊല്ലാൻ ശ്രമിച്ച ആളാണോ എന്നൊക്കെ നോക്കുമ്പോൾ ഇത് വേറെ ആരുമല്ല, സീസൺ 1 ഉണ്ടായിരുന്ന ആ ഒരു ഷെരീഫാണ്. ഷെരീഫ്, നിങ്ങൾ എന്തിനാണ് ഓടുന്നത്? നിങ്ങൾക്കും ഈ കൊലപാതകത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെനസ്ഡേ ചോദിക്കുന്നു. കൊല ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട്, അവനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാനും ആ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ നീയും വന്നു, ഇപ്പോൾ നീയും ഈ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ആൾക്കാർ നിന്നെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം തന്നെ ഒരു കാക്കയെ കാണിക്കുന്നുണ്ട്, പകുതി മുഖം കഴിഞ്ഞ കാക്ക, നേരത്തെ ആളെ കുത്തിക്കൊന്ന അതേ കാക്കയാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ കട്ട് ചെയ്യുമ്പോൾ അടുത്ത് കാണിക്കുന്നത് ഈ നെവർമോൺ സ്കൂളിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ റാഗ് ചെയ്യുക എന്ന് പറയുകയല്ല, ഇവിടെ വളരെ സിമ്പിളായിട്ടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് സീനിയർ ആയിട്ടുള്ള ആൾ ജൂനിയർ ആയിട്ടുള്ള പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ പറയുന്ന കഥ എന്ന് പറയുന്നത് ഇവിടെ പണ്ട് പഠിച്ചൊരു പയ്യനെ പറ്റിയിട്ടാണ്. അവന് വളരെ ദുർബലമായ ഒരു ഹൃദയം ഉണ്ടായിരുന്നു, പക്ഷേ അവന് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും മെൻറ്റാലിറ്റിയും ബുദ്ധിപരമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുക്കനെ പറ്റിയുള്ള കഥയാണ് പറയുന്നത്. ഇവൻ്റെ ഹാർട്ടിന് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു ഇവൻ അധിക കാലമൊന്നും ജീവിക്കില്ല, ഉടനെ തന്നെ മരിച്ചു പോകും. അതുകൊണ്ട് അവൻ കിടന്ന കിടപ്പിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ഹാർട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുകയാണ്. ഇവൻ സ്വന്തമായിട്ടുള്ള ഈ മെക്കാനിക്കൽ ഹാർട്ട് വെച്ചതിന് ശേഷം ഇവൻ ഭയങ്കര പവർഫുള്ളായി മാറുകയാണ്. ഇവന് ഭയങ്കര ബുദ്ധിശക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവൻ ഈ ഒരു സ്കൂളിൽ ഒരു സയൻറ്റിസ്റ്റ് പോലെയൊക്കെയായി മാറുകയാണ്. ഇവൻ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കണ്ടുപിടുത്തത്തിനിടയിൽ അത് ഫെയിലിയർ ആയിട്ട് ഇവൻ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ നെവർമോർ സ്കൂളിൻ്റെ സൈഡിലുള്ള ഒരു കാട്ടിലായിട്ടാണ് ഈ ഒരു ചെറുക്കനെ കുഴിച്ചിട്ടുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ
എപ്പോഴും ആ ഒരു മെക്കാനിക്കൽ ഹാർട്ടിൻ്റെ സൗണ്ട് കേൾക്കാം. അതായത് ഇവനെ കുഴിച്ചിട്ടതിൻ്റെ മുകളിലായിട്ട് ഒരു തലയോട്ടി പോലത്തെ ഷേപ്പിലുള്ള ഒരു സാധനമുണ്ട്. അതിൽ പുല്ലും കാര്യങ്ങളൊക്കെ കിളിച്ച് നിൽപ്പുണ്ടെങ്കിൽ പോലും അതിൽ ചെവി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെക്കാനിക്കൽ ഹാർട്ടിൻ്റെ സൗണ്ട് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാമെന്നാണ് നെവർമോളിൽ പറഞ്ഞു കേൾക്കപ്പെടുന്ന ഒരു കിംവദന്തി എന്നാണ് ഇവൻ പറയുന്നത്. ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പൾ ബിയങ്ക എന്ന് പറയുന്ന ക്യാപ്റ്റനെ വിളിച്ചു വരുത്തിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് തനിക്ക് വേണ്ടി ജോലി ചെയ്യാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പ്രിൻസിപ്പൾ ചോദിച്ച സഹായം വേറെയൊന്നുമില്ല. ഈ ബിയങ്ക എന്ന് പറയുന്ന ക്യാരക്ടർ സൈറൻ ഗ്രൂപ്പിനെ ചേർന്നിട്ടുള്ള ആളായതുകൊണ്ട് ഇവർക്കുള്ള പ്രത്യേക എബിലിറ്റിയാണ് മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്നും അവരെന്താണ് ചെയ്യുന്നതോ അതൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കഴിവുള്ളത് കൊണ്ട് ഇത് ഫണ്ട് റൈസിങ് കമ്മിറ്റിക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആലോചിച്ചിട്ട് പറയാമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഓൾറെഡി ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇതിവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തിങ്ക് ഉണ്ടല്ലോ, അതായത് ആ കൈ വളരെ വിഷമിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങോട്ട് നമ്മുടെ വേറെ ഒന്നുമല്ല വിഷമം, നമ്മുടെ തിങ്ക്, അതായത് ഈ കൈക്ക് പേഴ്സണലായിട്ട് സ്പേസ് ഇല്ല, അതായത് ഇരിക്കാൻ ഒരു സ്ഥലമൊന്നുമില്ല, ഒരു റൂമില്ല എന്നാണ് നമ്മുടെ സിംഗിളിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം സിംഗിൾ എന്ത് ചെയ്തു, അതങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ കട്ട് ചെയ്തിട്ട് അടുത്തത് കാണിക്കുന്നത് വെനസ്ഡേയാണ്. വെനസ്ഡേ വളരെ ഭംഗിയായിട്ട് ഒരു വയലിൻ വായിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വന്ന ആളെന്ന് പറയുന്നത് നെവർമോളിൽ പുതിയതായിട്ട് വന്ന മ്യൂസിക് ടീച്ചറാണ്. നീ നല്ല അടിപൊളിയായിട്ട് വായിക്കുന്നുണ്ടല്ലോ, ഇതിലും നന്നായിട്ട് വായിക്കാൻ നിനക്ക് സാധിക്കും, നീ എങ്ങനെയാണ് ഈ കാര്യം ചെയ്യുന്നത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങനെ കുറേ സംസാരങ്ങൾ കഴിഞ്ഞിട്ട് നേരെ വിളങ്ങുന്ന സമയത്ത് പ്രിൻസിപ്പൾ കുറേ പുതിയ പിള്ളേർ വെച്ചിട്ട് പുറത്തിറക്കി നിർത്തിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ കമ്പ് അതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ പ്രിൻസിപ്പൾ ഈ പിള്ളേരുടെ മന്ത്രശക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വലിയ കാക്കയുടെ രൂപം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മർ കഴിഞ്ഞിട്ട് വന്ന പിള്ളേരുണ്ടല്ലോ, ഇവരെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരിപാടി രാത്രി ആകുമ്പോഴത്തേക്ക് തുടങ്ങും. അവിടുന്ന് കട്ട് ചെയ്തിട്ട് വെനസ്ഡേ എടുത്തോണ്ട് ചെല്ലുമ്പോൾ വെനസ്ഡേയുടെ റൂമിൽ കൈ ഉണ്ടല്ലോ, കൈ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ചെയ്ത് എന്താണെന്ന് നോക്കുമ്പോൾ ഈ ഒരു ബുക്കെല്ലാം നീ ഒന്നുകൂടെ പഠിക്കാൻ റെഡി ആയിക്കോ എന്നാണ് കൈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം എന്താണ് കൈ എഴുതിയെന്ന് മനസ്സിലായില്ല, ഒന്ന് ആലോചിച്ച് ഡ്രോ തുറന്നപ്പോൾ കാര്യം മനസ്സിലായി. അതായത് വെനസ്ഡേ എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു നോവൽ അതിപ്പോൾ കാണാനില്ല, അതാരോ എടുത്തുകൊണ്ട് പോയി. അത് വേറെ ആരുമല്ല, വെനസ്ഡേനെ ഫോളോ ചെയ്യുന്നെടുത്തിട്ടുണ്ടല്ലോ, അവൻ ആ സാധനം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആ ഒരു നോവൽ അവിടെ കാണുന്നില്ല എന്നുള്ളതല്ല, അവിടെ വേറൊരു ലെറ്റർ ഉണ്ട്. നിന്റെ നോവൽ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ഈ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എവിടെ എൻ്റെ നോവൽ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്ന വെനസ്ഡേനെ കുറേ പേര് ഇടിച്ചിടിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അതിൽ ആരോ ഒരാൾ വെനസ്ഡേയുടെ പോക്കറ്റിൽ എന്തോ ഒരു സാധനം കനമുള്ളത് ഇടുന്നുണ്ട്. അതെന്താണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൈ നേരെ പോക്കറ്റിലിട്ട് തിരിച്ചെടുക്കുമ്പോൾ കയ്യിൽ മൊത്തം ബ്ലഡ് ആയിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടെ കൈ ഇട്ടിട്ട് പോക്കറ്റിലിരിക്കുന്ന സാധനം എടുത്തു, അതിലൊരു പേപ്പറാണ്, പിന്നെ കുറേ ബ്ലേഡും. നിന്റെ നോവൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് ഒരു കത്തിക്കാൻ പോകുന്ന കാക്കയുടെ രൂപമുണ്ട്, ആ മരങ്ങൾക്കിടയിൽ ആ രൂപത്തിനിടയിൽ നിന്റെ നോവൽ ഇരിപ്പുണ്ട്, പറ്റുമെങ്കിൽ എടുത്തോ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. വെനസ്ഡേ ഒന്നും നോക്കുന്നില്ല, നേരെ ആ കാക്കയുള്ള സാധനത്തിൻ്റെ അടിയിലേക്ക് പോകുന്നു. അതിൻ്റെ സൈഡിലുള്ള കമ്പുകളെല്ലാം മാറ്റിയിട്ട് അതിനകത്തേക്ക് കയറുന്നുണ്ട്. ഈ സമയത്ത് അപ്പുറത്ത് പ്രിൻസിപ്പളിൻ്റെ ഭാഗത്ത് പാട്ടും പരിപാടിയും കൂട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഈ പാട്ടും പരിപാടിയൊക്കെ സ്റ്റേജിൽ നടക്കുന്ന സമയത്ത് വെനസ്ഡേ വളരെ കഷ്ടപ്പെട്ട് ആ കാക്കയുടെ ഉള്ളിലുള്ള തൻ്റെ നോവൽ എടുക്കാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാക്കേനെ കത്തിച്ചിട്ട് മാജിക് പവറുകൾ ഉപയോഗിച്ചിട്ട് ആ ഒരു പ്രതിമേനെ പറപ്പിക്കുന്നുണ്ട് അവർ. ആ പറപ്പിക്കുന്ന സമയത്ത് നമ്മുടെ വെനസ്ഡേയുടെ നോവലും കിട്ടും. എന്നിട്ട് ഇത് ആകാശത്ത് പോയിട്ട് പൊട്ടുകയാണ് ചെയ്യുന്നത്. ആ ഒരു നോവലും എടുത്തിട്ട് പ്രിൻസിപ്പളിൻ്റെ സ്പീച്ച് നടക്കുന്ന സ്റ്റേജിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ പ്രിൻസിപ്പൾ വെനസ്ഡേക്ക് വേണ്ടിയിട്ട് വളരെ സർപ്രൈസിങ് ആയിട്ടൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ. ഇതിനു മുമ്പ് വെനസ്ഡേ വളരെ ഭയങ്കരനായിട്ടൊരു മന്ത്രവാദീനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ സഹായിച്ച 4 ഫ്രണ്ട്സിൻ്റെ ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഒരു പുതിയ പിക്ചർ, ഒരു വലിയ പിക്ചർ പ്രിൻസിപ്പൾ നമ്മുടെ വെനസ്ഡേക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പിക്ചറിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് വളരെ ക്ലോസ് ആയിട്ട് അതിനെ വാച്ച് ചെയ്തതിന് ശേഷം പ്രിൻസിപ്പളിൻ്റെ കയ്യിലുണ്ടായിരുന്ന മൈക്ക് വാങ്ങിയിട്ട് വെനസ്ഡേ കുറച്ച് കാര്യങ്ങൾ പറയും. വെനസ്ഡേ അവിടെ നിന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഇങ്ങനെയൊന്നും ചെയ്യരുത്, ദയവ് ചെയ്തിട്ട് നിങ്ങളാരും എന്നെ ഫാനായിട്ടൊന്നും കാണാൻ നിൽക്കരുത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെനസ്ഡേ അവിടെ നിന്ന് പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളെ നശിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ ചിലപ്പോൾ അതും ചെയ്തു പോകും, എന്ത് എപ്പോൾ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെയാണ് ആ സ്റ്റേജിൽ നിന്നിട്ട് വെനസ്ഡേ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വെനസ്ഡേ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ, അത് നേരെ പോയിട്ട് കത്തിച്ച് എന്നിട്ട് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന്. അപ്പോൾ വെനസ്ഡേയുടെ ഫ്രണ്ട് ചോദിക്കുന്നത്, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താ ഇങ്ങനെ മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറുന്നത്, ഈ ഒരു പരിപാടി തന്നെ നമുക്ക് വേണ്ടിയിട്ടല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് വെനസ്ഡേ എടുത്ത് ചോദിക്കുന്നുണ്ട്. വെനസ്ഡേയുടെ ഫ്രണ്ട് വെനസ്ഡേനെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് പിടിച്ചു നിർത്തും. അപ്പോൾ ആ ഒരു സൈക്കിൾ പവർ പെട്ടെന്ന് കിക്കായിട്ട് വെനസ്ഡേ പെട്ടെന്ന് ബോധം കറങ്ങി വീഴുകയും വേറൊരു ലോകത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്വപ്ന ലോകത്തേക്ക് പെട്ടെന്ന് വെനസ്ഡേ പോകുന്നുണ്ട്. ആ ഒരു സ്വപ്ന ലോകത്ത് കുറേ കാക്കകൾ കിടന്ന് കരയുന്നുണ്ട്.
അതൊക്കെ ആ ഒരാളെ കൊന്ന പോലത്തെ കാക്കകളാണ്. അതായത് ഒരു സൈഡ് കരിഞ്ഞിട്ടുള്ള ഒരു കാക്ക, വെന്ത് കരിഞ്ഞ ഒരു കാക്ക. അതിലൊരു കാക്ക മാത്രം വെള്ള പൂവും കൊത്തി പിടിച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ആ പൂവും കടിച്ചിട്ടിരിക്കുന്ന കാക്ക ഇരിക്കുന്ന കല്ലറ കുറച്ച് പ്രത്യേകതകളാണ്. ആ കല്ലറ ആരുടെയെന്ന് വെച്ചാൽ എഡിറ്റ് സിഗ്ലറിൻ്റെ കല്ലറയാണ് ആ ഒരു കാക്ക ഇരിക്കുന്ന കല്ലറ. വെനസ്ഡേ, നീയാണ് ഇതിന് കാരണം, നീയാണ് ഇതിന് കാരണം എന്നൊരു സൗണ്ട് ഇങ്ങനെ പുറകിൽ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭയങ്കര വൈറ്റ് ലൈറ്റ്, ഭയങ്കര എഡിറ്റ് സിഗ്ലറിനെ കാണാൻ പറ്റുന്നത്. നീയാണ് കാരണം, നീയാണ് കാരണം എന്നും പറഞ്ഞിട്ട് കഴുത്ത് പിടിച്ചമർത്തുന്നു. ഇതേ നമ്മുടെ റിയൽ വേൾഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെനസ്ഡേ കിടന്ന് വിറയ്ക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അടുത്ത് എഡിറ്റ് സിംഗ്ലർ ഉണ്ട്, പിന്നെ വെനസ്ഡേയുടെ അമ്മയുണ്ട്. ഇവിടെ വെച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, പറ്റുവാണെന്ന് കമൻറ്റ് ചെയ്തു.